നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂള് കുഞ്ഞുങ്ങളുടെയും നമ്മുടെ യൂത്ത് മീറ്റിങ്ങിന്റെയും ആനിവേഴ്സറി ആണ്. ആദ്യം തന്നെ നമുക്ക് പ്രാർത്ഥിച്ചത് ആരംഭിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇത് നടക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയും ഞങ്ങളുടെ യൂത്ത് മീറ്റിംഗിന്റെ ആനിവേഴ്സറി അപ്പന്റെ കരങ്ങളിലേക്ക് തന്നെ പ്രാർത്ഥിക്കുന്നു. ഇത്രയും ഞങ്ങളെ കൊണ്ടെത്തിച്ച നല്ല ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ തലമുറകൾക്കും വളർന്നു വരുന്ന ഓരോ കുഞ്ഞുമക്കൾക്കും വലിയൊരു അനുഗ്രഹമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അവരുടെ ജീവിതത്തിന് ഒരു വലിയ വഴിയായി കർത്താവരുടെ ബുദ്ധിമണ്ഡലങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറണമേ എന്ന് സർവശക്തനായ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ആദ്യമായി ഒരു പാട്ടാണ് സിസ്റ്റർ നിയ.
അടുത്തതായി 5 വാക്യം ജദിത്യ. അത് കഴിഞ്ഞ ശേഷം ആക്ഷൻ സോങ് ആണ് പ്രോമിസ് ജർഷ ജദിത്യ. Psalm 23 verse 1. The Lord is my shepherd, I shall not want. Psalm 95 verse 6. Oh come, let us worship and bow down, let us kneel before the Lord our Maker. Psalm 32 verse 8. I will instruct you and teach you in the way you should go. I will guide you with my eye. Psalm 25 verse 1. O Lord, I lift up my soul. Proverbs 32 verse 1. The fear of the Lord is the beginning of knowledge. അടുത്തതായിട്ട് 7 സഭ അലൻ. അത് കഴിഞ്ഞ ശേഷം പാട്ടാണ് സിസ്റ്റർ സതിയൻ. അടുത്തതായിട്ടൊരു ഞങ്ങളുടെ പിള്ളേരുടെ ആക്ഷൻ സോങ് ആണ് പ്രോമിസ് ജർഷ ജദിത്യ. ഒറിജിനൽ പോലും തോറ്റുമടങ്ങും AI എന്റെ കാലമാ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. കണ്ടാൽ വൗ 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 അകമേ മുഴുവൻ അയ്യോ, പുറമേ കണ്ടാൽ വൗ 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 അകമേ മുഴുവൻ അയ്യോ. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം, പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. അയ്യോ 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 നാണം ഞാൻ നാണം ഞാൻ നാണം കെട്ടല്ലോ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. നല്ലതു നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം, നല്ലതു നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം, ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം, ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ.
അടുത്തതായിട്ട് ഞങ്ങളുടെ ജയശങ്കർ അങ്കിളുടെ ഒരു പാട്ടാണ്. എല്ലാവരും ഇങ്ങനെ ഇരുന്നാൽ പോരാ, അവർക്ക് വേണ്ടുന്നിട്ടുള്ള ആവശ്യമുള്ള പ്രോത്സാഹനം എല്ലാം നൽകണം. യേശുസാമി നല്ലവരേ, எல்லோருக்கும் ரட்சகரே, பாவம் யாவம் மன்னித்தாரே, நம்ம சாபங்கள் எல்லாம் நீக்கித்தாரே, நம்ம சாபங்கள் எல்லாம் நீக்கித்தாரே. சாமி நல்லவரே, எல்லோருக்கும் ரட்சகரே, இயேசு சாமி நல்லவரே, எல்லோருக்கும் ரட்சகரே, பாவம் யாவும் மன்னித்தரே, பாவம் யாவும் மன்னித்தரே, நம்ம சாபங்கள் எல்லாம் நீக்கித்தரே, நம்ம சாபங்கள் எல்லாம் நீக்கித்தரே. நல்லவர் நல்லவர் நன்மக்கள் செய்தவர், நல்லவர் வல்லவர் வாழ்ந்தவர் வல்லவர், அற்புதரு அற்புதரு அதிசயம் செய்தவர் இயேசு, நம்ம இயேசு, நம்ம இயேசு சாமி நல்லவரே, எல்லோருக்கும் ரட்சகரே. வார்த்தையிலே வல்லவர், அற்புதரு அற்புதரு அதிசயம் செய்தவர் இயேசு, நம்ம இயேசு சாமி நல்லவரே, எல்லோருக்கும் ரட்சகரே, இயேசு சாமி நல்லவரே, எல்லோருக்கும் ரட்சகரே. கர்த்தர் பெரியவர், வேதம் கொண்டு நம்மை காப்பவர், சிலுவையை சாத்தானை ஜெயித்தவர், மரணத்தை ஜெயமாக்கி எழுந்தவர். ஓ வேதங்களின் கர்த்தர் பெரியவர், வேதம் கொண்டு நம்மை காப்பவர், சிலுவையை சாத்தானை ஜெயித்தவர், மரணத்தை ஜெயமாக்கி எழுந்தவர். யுத்தத்திலே இயேசு வந்தவரா, எல்லா ஜனத்திற்கும் ரட்சகரா, யுத்தத்திலே இயேசு வல்லவரா, எல்லா ஜனத்திற்கும் ரட்சகரா. நல்லவர் நல்லவர் நன்மைகளை செய்தவர், வல்லவர் வல்லவர் வார்த்தையிலே வல்லவர், அற்புதரு அற்புதரு அதிசயம் செய்தவர் இயேசு, நம்ம இயேசு சாமி நல்லவர், எல்லோருக்கும் ரட்சகரே. അടുത്തതായി 12 രത്നങ്ങൾ അലൻ. അത് കഴിഞ്ഞ ശേഷം നിയയുടെ ഡാൻസ് ആണ്. സൂര്യകാന്തം, നീലരത്നം, മാണിക്യം, മലരം, ഹാറിന്, ചോപ്പല്, പീതരത്നം, ഗോമേതകം, വൃക്ഷരാഗം, വൈഡൂര്യ, പത്മകാന്തം, സുന്ദരി.
അടുത്തതായി നിയയുടെ ഡാൻസ്. അത് കഴിഞ്ഞ ശേഷം പുസ്തകക്രമമാണ്. ആധാരം തന്ന കർത്താവിന്റെ നന്ദി ചൊല്ലാം. ആ ദൈവത്തിന്റെ ആശീർവാദം കൈക്കൊണ്ടിടാം. വണങ്ങാം, സ്തുതിച്ചു വണങ്ങാം, വണങ്ങാം, സ്തുതിച്ചു വണങ്ങാം. ഈ വാനം ഭൂമി സൃഷ്ടിച്ചോനെ സ്തുതിച്ചിടാം. ആധാരം തന്ന കർത്താവിന്റെ നന്ദി ചൊല്ലാം. ആ ദൈവത്തിന്റെ ആശീർവാദം കൈക്കൊണ്ടിടാം. വണങ്ങാം, സ്തുതിച്ചു വണങ്ങാം, വണങ്ങാം, സ്തുതിച്ചു വണങ്ങാം. వందనాలు వందనాలయ్యా, శతకోటి స్తోత్రాలయ్యా. యేసయ్యా వందనాలయ్యా, నీ ప్రేమకు వందనాలయ్యా. యేసయ్యా వందనాలయ్యా, నీ ప్రేమకు వందనాలయ్యా. నన్ను రక్షించినందుకు, పోషించినందుకు, కాపాడినందుకు వందనాలయ్యా. నన్ను రక్షించినందుకు, పోషించినందుకు, కాపాడినందుకు వందనాలయ్యా. వందనాలు వందనాలయ్యా, శతకోటి స్తోత్రాలయ్యా. వందనాలు వందనాలయ్యా, శతకోటి స్తోత్రాలయ్యా. యేసయ్యా 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 వందనాలయ్యా, నీ ప్రేమకు వందనాలయ్యా.
ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹെമ്യാവ്, എസ്തേർ, യോബ്, സങ്കീർത്തനം, സദർശക്, സഭാപ്രസംഗം, തമീദ്, യെശയ്യാവ്, യിരെമ്യാ, വിലാപങ്ങൾ, എഗസ്കേൽ, ദാനിയേൽ, ഹോശേ, യോവേൽ, ആമോസ്, ഒബദ്യാവ്, യോന, മീഖ, ഹം, ഹബക്കൂക്ക്, സെഖര്യാവ്, ഹഗായി, സെഖര്യാവ്, മലാഖി, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി, റോമർ, 1 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, 1 തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, 1 തീമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ, ഇബ്രാഹിം, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, യൂദ, 3 യോഹന്നാൻ, യൂദ. പാൾ. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാ
विश्वास है मेरा जो होगा पूरा, सपना है मेरा नाम देगा वो पूरा। ये विश्वास है मेरा जो होगा पूरा, सपना है मेरा नाम देगा वो पूरा। ये विश्वास है मेरा, उसके संग हम मेरेंगे अपने यीशु के, देखेंगे सारा जहां। उसके संग हम मेरेंगे अपने यीशु के, देखेंगे सारा जहां। मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेंगे सारा जहां। नीले आसमान के पार जाएंगे, मेरा यीशु रहता वहाँ। नीले आसमान के पार जाएंगे, मेरा यीशु रहता वहाँ। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेंगे सारा जहां। नीले आसमान के, ओ नीले आसमान के पार जाएंगे, मेरा यीशु रहता वहाँ। नीले आसमान के पार जाएंगे, मेरा यीशु रहता वहाँ। അടുത്തതായിട്ട് 10 കൽപ്പന ബ്രദർ അനൂപ്. അത് കഴിഞ്ഞ ശേഷം ഏസപ്പ എന്നപ്പ എന്ന ഡാൻസ് ആണ്. കൽപ്പന. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഒരു വിഗ്രഹത്തെ ഉണ്ടാകരുത്. ശബത്തുനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. എൻ്റെ ദൈവമായ യഹോവയുടെ നാമം സദാ എടുക്കരുത്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ യാതൊന്നിനെ മോഹിക്കരുത്, എൻ്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കും. അടുത്തതായിട്ട് ഡാൻസ് ആണ്. ജദിത്യ പ്രോമിസ് ജർഷ. ஏசப்பா என்னப்பா பாசமுள்ள நம்மப்பா, கொண்டாடுவோம் ஒன்றாய் சேர்ந்து அவர் நாமத்தை. ஏசப்பா என்னப்பா பாசமுள்ள நம்மப்பா, கொண்டாடுவோம் ஒன்றாய் சேர்ந்து அவர் நாமத்தை. லுக்கா லுக்கா லுக்குடு லுக்குடு லுக்கா லுக்கா லுக்குடு ஹே, லுக்கா லுக்கா லுக்குடு லுக்குடு லுக்கா லுக்கா லுக்குடு ஹே, லுக்கா லுக்கா லுக்குடு லுக்குடு லுக்கா லுக்கா லுக்குடு ஹே, லுக்கா லுக்கா லுக்குடு லுக்குடு லுக்கா லுக்கா லுக்குடு ஹே. இயேசுவே பார்த்து நான் சந்தோஷம் கொண்டாடுவேன், நீயும் வாங்க நண்பனே ஒன்றாய் சேர்ந்து துதிக்கலாம். இயேசுவே பார்த்து நான் சந்தோஷம் கொண்டாடுவேன், நீயும் வாங்க நண்பனே ஒன்றாய் சேர்ந்து துதிக்கலாம். லுக்கா லுக்கா லுக்குடு லுக்குடு லுக்கா லுக்கா லுக்குடு ஹே, லுக்கா லுக்கா லுக்குடு லுக்குடு லுக்கா லுக்கா லுக்குடு ஹே, லுக்கா லுக்கா லுக்குடு லுக்குடு லுக்கா லுக்கா லுக்குடு ஹே, லுக்கா லுக்கா லுக்குடு லுக்குடு லுக்கா லுக்கா லுக்குடு ஹே. இயேசு என்னில் வாழ்ந்ததால் என் லைஃப் சேஃப் ஆகவே, மை லைஃப் போட்டில் நானும் பயணம் செய்வேன். இயேசு என்னில் வாழ்ந்ததால் என் லைஃப் சேஃப் ஆகவே, மை லைஃப் போட்டில் நானும் பயணம் செய்வேன். லுக்கா லுக்கா லுக்குடு லுக்குடு லுக்கா லுக்கா லுக்குடு ஹே, லுக்கா லுக்கா லுக்குடு லுக்குடு லுக்கா லுக்கா லுக்குடு ஹே, லுக்கா லுக்கா லுக்குடு லுக்குடு
അടുത്തതായിട്ട് നിഷാൻ ബ്രദറിൻ്റെ പാട്ടാണ്. സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും അങ്ങൻ മുൻപേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം മാറാതെന്നാളും അങ്ങൻ മുൻപേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. Get ready. Lights, camera, action. வாழ்க்கை ஜோராக காணோம் நாம் பாட மனசு புதுசாகுது. உசுர கொடுத்து ஒன்ன மீட்க உனக்காக வந்தாரையா. நினைச்சாலே அற்புதங்கள் நடக்கும், இப்போ வந்தாச்சு சொல்லவா வேணும். அவர் நினைச்சாலே அற்புதங்கள் நடக்கும், இப்போ வந்தாச்சு சொல்லவா வேணும். Hero
सारी दुनिया में, तेरे जैसा ना मिला कोई इस जहां में। देखे हैं हजार सारी दुनिया में, तेरे जैसा ना मिला कोई इस जहां में। तेरा स्टाइल ही सबसे अलग है, खुदा मेरे तू ही कमाल है। मेरा स्टाइल ही सबसे अलग है, खुदा मेरे तू ही कमाल है। पापों से बचाता, श्रापों से छुड़ाता, करता है बड़े बड़े काम। वन एंड ओनली यीशु नाम, 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 वन एंड ओनली यीशु नाम। அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத, அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. രക്തം തവണ പേഴ് നാഴ്ച പരു വ്യാധി കൽപ്പന വെട്ടിക്കല് കുരുണ്ട് കനസമാരം. അടുത്തത് ശങ്കരൻ്റെയും ആക്ഷൻ സോങ് ആണ്. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. ഉച്ചയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ, കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഉച്ചയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ, കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടി. ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. അടുത്തതായിട്ട് സിസ്റ്റർ മഞ്ജുവിൻ്റെ പാട്ടാണ്.
നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് ആവണി. പ്രധാന വാർത്തകൾ. ഡിവൈൻ ന്യൂ ലൈഫ് പുത്തമ്പാലം ചർച്ചിന്റെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് ഇന്ന് തുടക്കമായി. പ്രധാന തലക്കെട്ടുകളിലേക്ക് നോക്കാം. ആദ്യമാതാപിതാക്കളായ ഹവ്വയും ആദമും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി സ്വർഗീയ കോടതി. ഹാബേലിന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇറ്റലി തുറമുഖത്ത് നിന്നും പുറപ്പെട്ട യാത്രാക്കപ്പൽ തകർന്നു, നടുക്കം മാറാതെ യാത്രക്കാർ. പ്രവാചകനായ ഏലിയാവിന്റെ തിരോധാനത്തിന്റെ അന്വേഷണത്തിൽ വൻ വീഴ്ചയെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. നെടുമങ്ങാട് പുത്തമ്പാലത്ത് പ്രവർത്തിച്ചു വരുന്ന ഡിവൈൻ ന്യൂ ലൈഫ് ചർച്ചിന്റെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് ഇന്ന് തുടക്കമായി. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന ആപ്തവാക്കോടുകൂടി. അടുത്തതിലേക്ക്. ആദ്യ മാതാപിതാക്കളായ ഹവ്വായും ആദമും ഏദനിൽ നിന്നും പുറത്താക്കി സ്വർഗീയ കോടതി. ജനനം കൊണ്ട് വ്യത്യസ്തരായ ആദം ഹവ്വ ദമ്പതികൾ പഴം പറിച്ചു തിന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. സസ്യലതാദികളാൽ സമ്പന്നമായ ഏദൻ തോട്ടത്തിന്റെ പരിപാലനത്തിനായി നിയമിക്കപ്പെട്ട ഇവർ തോട്ടത്തിന്റെ ഉടമസ്ഥനും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവുമായി എഗ്രിമെന്റ് ലംഘിച്ചു എന്നതാണ് അറസ്റ്റിന് കാരണം. തോട്ടത്തിന്റെ എല്ലാവിധ ആദായങ്ങളും എടുക്കാമെന്നും തോട്ടത്തിന്റെ നടുക്കമുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതും എന്ന ഉടമ്പടിയിൽ ഒപ്പിട്ട ശേഷം ഹവ്വ എന്ന യുവതി ഫലം പറിച്ചു തിന്നു എന്നതാണ് ഇവർക്കെതിരെയുള്ള കേസ്. പോലീസിന്റെ വിശദീകരണം ഇങ്ങനെ: ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകളെ ആകർഷിക്കുന്ന ഏദൻ തോട്ടത്തിൽ പാപത്തിന്റെ സെയിൽസ്മാനായ പാമ്പ് എന്ന കൗശലക്കാരൻ വരികയും കഴിക്കരുത് എന്ന് വിലക്കപ്പെട്ട ഫലം കഴിക്കാൻ ഹവ്വയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഗൃഹനാഥൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. സംഭവം നടന്ന ഉടനെ പാമ്പായ സെയിൽസ്മാൻ ഉടനെ കടന്നു കളയുകയും ചെയ്തു. ഈ കൃത്യം ചെയ്തതിനു ശേഷം ഹവ്വ തൻ്റെ ഭർത്താവായ ആദത്തിനും കൊണ്ടത് ചെയ്യിപ്പിച്ചു. അപ്പോഴാണ് ഇരുവർക്കും പറ്റിയ അമളി തിരിച്ചറിഞ്ഞത്. ദൃക്സാക്ഷികളിൽ ആരും ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ പ്രതികൾ ആദ്യം കുറ്റം സമ്മതിച്ചില്ല. എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളതായ CCTV ഇരുവരും ചെയ്തതായ തെറ്റുകൾ കണ്ടെത്തി. തോട്ടത്തിന്റെ ഉടമസ്ഥനായ കർത്താവ് ഈ വിഷ്വൽസ് എല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. നഗ്നരായി കാണപ്പെട്ട ഇരുവരും സ്വന്തമായ അത്തിയില കൊണ്ട് നാണം മറയ്ക്കാൻ ശ്രമിക്കുന്നതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ഇവരെ പോലീസ് ചോദ്യം ചെയ്യുമെന്ന് ആയപ്പോൾ ഇവർ ഒളിവിൽ പോകുകയായിരുന്നു. ടവർ ലൊക്കേഷൻ അനുസരിച്ച് ഇവർ ഇരുവരും ആ തോട്ടത്തിൽ തന്നെ ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തുകയും ഷാഡോ പോലീസ് അതൊരു പിടിക്കുകയും ചെയ്തു. തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ഇവരെ അല്പം മുമ്പ് സ്വർഗീയ കോടതിയിൽ ഹാജരാക്കി. സെക്ഷൻ A 107 പ്രകാരം ഗൂഢാലോചനയ്ക്കും പ്രേരണ കുറ്റം എന്നിവ ചേർത്ത് പാമ്പിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. അനുസരണക്കേട് എന്ന വകുപ്പിലാണ് ദമ്പതികൾക്ക് നേരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അടുത്തതായി, ഹാബേലിന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ ജഡം ഹാബേലിൻ്റെതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. മരണപ്പെട്ട ഹാബേലിന്റെ ജ്യേഷ്ഠൻ കയീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ്. കയീൻ ഹാബേൽ സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസം ദൈവത്തിന് യാഗം കഴിച്ചതിൽ നിന്നും ദൈവം പ്രസാദിച്ചത് ഹാബേലിന്റെ യാഗത്തിലാണെന്നും അതിനെ തുടർന്ന് ജ്യേഷ്ഠനായ കയീൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പ്രതികരിച്ചു. തൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്തത് കൊണ്ടാണ് ഈ കൊലപാതകം നടന്നത്. റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സംഭവത്തിൽ നിന്ന് ഹാബേലിന്റെ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു ആസൂത്രിത കൊലപാതകമായിരുന്നു. വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് സൂത്രത്തിൽ അനുജനെ വയലിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് വാക്കേറ്റമുണ്ടാകുകയും അതേ തുടർന്ന് അതിക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്ന് പ്രതി മൊഴി നൽകി. 14 വർഷം കഠിന തടവും സ്വർഗീയ പ്രവേശന വിലക്കുമാണ് പ്രതിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. സ്വർഗീയ കോടതിയിലേക്ക് സമർപ്പിക്കപ്പെട്ട കേസ് ഇന്ന് പരിഗണിക്കും. അടുത്തത്, ഇറ്റലി തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ തകർന്നു, നടുക്കം മാറാതെ യാത്രക്കാർ. തടവുകാരുമായി ഇറ്റലിയിലേക്ക് പോയ യാത്രക്കപ്പൽ തകർന്നു. ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിവേഗത്തിൽ അടിച്ച കാറ്റ് കപ്പലിന്റെ ദിശ മാറ്റിയതാണ് അപകട കാരണം. യാത്രയിൽ നമ്മുടെ പ്രാണനും ചരക്കിൽ ഏറിയ നഷ്ടം വരുമെന്ന സുരക്ഷാ മുന്നറിയിപ്പ് അവഗണിച്ചും കൊണ്ടാണ് കപ്പിത്താനും ഉടമസ്ഥരും യാത്ര തുടരുവാൻ തീരുമാനിച്ചത്. എന്നാൽ
ഈശാനമൂലം നിന്ന് കൊടുങ്കാറ്റ് ശക്തമായതിനെ തുടർന്ന് കപ്പൽ പൂർണ്ണമായും തകർന്നു. എങ്കിലും ആളപായമില്ല. ചരക്ക് സാധനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ചിലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട യാത്രക്കാരിൽ ഒരാളായ ബ്ലെസ്സി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ബ്ലെസ്സി, കേൾക്കാമോ? ഹലോ 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 കേൾക്കാമോ? ഹലോ ആവണി കേൾക്കാം. വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത് എന്ന് അറിയുന്നു. എന്താണ് ബ്ലെസ്സി അവിടെ സംഭവിച്ചത്? അതെ അതെ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, പറയൂ ബ്ലെസ്സി, പറഞ്ഞോളൂ. അതെ, ഞങ്ങൾ ഇറ്റലിയിലേക്ക് കേൾക്കാമോ? ബ്ലെസ്സി, കേൾക്കാം കേൾക്കാം, ദയവായി പറയൂ. അതെ, ഞങ്ങൾ ഇറ്റലിയിലേക്ക് പോകാനുള്ള ഒരു ടിക്കറ്റ് എടുത്ത് യാത്രയിൽ ആയിരിക്കായിരുന്നു. എന്തൊക്കെ ആദ്യമേ തന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. യാത്ര കുറച്ചു നേരം പിന്നിടുമ്പോൾ കാറ്റ് ശക്തമായിരുന്നു. കാറ്റ് ശക്തമായത് കൊണ്ട് ഞങ്ങൾ കിപ്രോസ് ദ്വീപ് വഴിയാണ് ഞങ്ങൾ യാത്ര പോയത്. വളരെ സേഫായി എന്ന് കരുതി. കാറ്റ് ശക്തമായത് കൊണ്ട് കപ്പൽ ഉണ്ടായിരുന്ന എല്ലാ ചരക്കുകളും ഞങ്ങൾ എടുത്തു കളഞ്ഞു. സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ദിവസങ്ങളോളം ഞങ്ങൾ ആ കപ്പലിൽ കഴിയേണ്ടി വന്നു. രക്ഷപ്പെടുമെന്ന് പോലും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. 14 ദിവസം ഞങ്ങൾക്ക് ഓർക്കാൻ കഴിയാത്ത നാളുകളായിരുന്നു. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടു. നന്ദി ബ്ലെസ്സി, നന്ദി. താങ്കളുടെ ഈ വിലയേറിയ അനുഭവം ഞങ്ങളോട് പങ്കുവച്ചതിൽ ഞാൻ ബ്ലെസ്സിയോട് നന്ദി പറയുന്നു. ഇനി അടുത്തതിലേക്ക് പോകാം. പ്രവാചകനായ ഏലിയാവിൻ്റെ തിരോധാനത്തിൻ്റെ അന്വേഷണത്തിൽ വൻ വീഴ്ച എന്ന് ആരോപണം. കഴിഞ്ഞ കുറേ നാളുകളായി കാണാതായ ഇസ്രായേലിൻ്റെ ജലസേചന മന്ത്രിയും പ്രവാചകനുമായ ഏലിയാവിനെ കുറിച്ചുള്ള അന്വേഷണത്തിന് സിബിഐക്ക് ശുപാർശ കൊടുത്തു. നിലവിൽ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാലാണ് ഈ തീരുമാനം. യോർദാൻ അക്കരയിൽ നിന്നാണ് ഏലിയാവിനെ കാണാതായത്. കാണാതായ ദിവസം ജുബ്ബയും മുണ്ടുമായിരുന്നു വേഷം. തിരോധാനത്തെ സംബന്ധിച്ച് സംശയാസ്പദമായി കണ്ടവരെ ചോദ്യം ചെയ്തു. തൻ്റെ അടുത്ത ശിഷ്യനായ എലീശയെ പറ്റി പല അഭൂഹങ്ങളും പരക്കുന്നുണ്ട്. എലീശയുടെ മൊഴിയിൽ എലിയാവിൻ്റെ രഥങ്ങളും അഗ്നിഭാഷങ്ങളും വന്ന് സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എന്ന വിൽപത്രം തൻ്റെ പേരിൽ എഴുതി തന്നു എന്ന് വികാരഭരിതനായ എലീശ ഞങ്ങളുടെ ചാനലായ ഡിവൈൻ ന്യൂ ലൈഫ് ബുള്ളറ്റിനോട് പ്രതികരിച്ചു. ഇനി ലോക്കൽ ന്യൂസ്. ഞങ്ങളുടെ പ്രതിനിധികൾ കേരളത്തിലെ വിവിധ ജില്ലകളിലെ ചർച്ചകളിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ. സ്തോത്ര കാഴ്ചപാത്രത്തിൽ 10 രൂപ നോട്ടിന്റെ വൻ വർധനവ്. സ്തോത്ര കാഴ്ചപാത്രത്തിൽ വലിയ നോട്ടുകൾ കാണാറില്ലാത്തതിനാലാണ് വൻ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ആയതിനാൽ 10 രൂപ നോട്ടിന്റെ നിരോധനം ഉടൻ ഉണ്ടാകാൻ ആലോചന. സഭയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് നിയമം കർശനമാക്കാൻ ആലോചന. പ്രാർത്ഥനാ അന്തരീക്ഷത്തെ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോണുകൾ സാരമായി ബാധിക്കുന്നതിനാലാണ് സഭയ്ക്കകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കിയത്. ആരാധന സമയങ്ങളിൽ ചില വിശ്വാസികൾ ഗാഠനിദ്രയിൽ ആകുന്നതായ അത് കാരണം തലകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പരിക്കുകൾക്ക് സാധ്യത കാണുന്നതെന്നും മുന്നറിയിപ്പ്. അതിനാൽ ഹെൽമറ്റ് നിർബന്ധമാക്കാൻ ആലോചന. പ്രധാന വാർത്തകൾ ഒന്നുകൂടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന ആപ്തവാക്യത്തോടെ നടത്തിവരുന്ന സൺഡേ സ്കൂൾ വിജയകരമായി കഴിഞ്ഞ വർഷം നടന്നു എന്ന് സഭാ പാസ്റ്റർ. നന്ദി, നമസ്കാരം. கீழாக்காமல் என்னை தலையாக்கி நீர், கீழாக்காமல் என்னை மேலாக்கி நீர், வாலாக்காமல் என்னை தலையாக்கி நீர், கீழாக்காமல் என்னை மேலாக்கி நீர். அந்த கீழ கிடந்த என்ன மேல தூக்கி வச்சு கிருப மேல கிருப தந்து உயர்த்தி வைத்தீர். ஓ கீழ கிடந்த என்ன மேல தூக்கி வச்சு கிருப மேல கிருப தந்து உயர்த்தி வைத்தீர். உம்மை துதிப்பேன், நான் உம்மை துதிப்பேன். கிருப
கிருப மேல கிருப தந்த உம்மை துதிப்பேன் உம்மை துதிப்பேன் நான் உம்மை துதிப்பேன் கிருப மேல கிருப தந்த உம்மை துதிப்பேன் பலவன அங்கி சொல்லித்ததனால பல பேர் கண்ணு பட்டு உறிஞ்சு போட்டாங்க பலவன அங்கி சொல்லித்ததனால பல பேர் கண்ணு பட்டு உறிஞ்சு போட்டாங்க தந்தீங்க ராஜவஸ்திரம் ஒருத்தர் நெருங்க முடியல தந்தீங்க ராஜவஸ்திரம் ஒருத்தர் நெருங்க முடியல அடிமை என்ன அதிபதியா மாத்தி புட்டீங்க என்ன அதிபதியா மாத்திட்டீங்கடி உண்மை துதிப்பேன் நான் உண்மை துதிப்பேன் கிருப மேல கிருப தந்த உண்மை துதிப்பேன் உண்மை துதிப்பேன் நான் உண்மை துதிப்பேன் கிருப மேல கிருப தந்த உண்மை துதிப்பேன் இந்த உலகம் எங்களை வேண்டான்னு சொல்லிச்சு டாடி எங்களை டிஸ்குவாலிஃபை பண்ணாங்களப்பா ஆனா நீங்க மாத்திரம் மறுபடியும் தேடி வந்து எங்களை அழைச்சு அபிஷேகம் பண்ணி வேண்டான்னு சொன்னவங்களே நடத்த வைக்கிறீங்களே இது எவ்வளவு பெரியவ நல்ல கையை தட்டி அப்படி கொஞ்சம் டான்ஸ் ஆடி கமான் மோசேய போல கொலைகாரன் என்று தூர தேசத்துக்கு அனுப்பி போட்டாங்க மோசேய போல கொலைகாரன் என்று தூர தேசத்துக்கு அனுப்பி போட்டாங்க வந்தீங்க முச்செடி என்ன மீண்டும் உயர்த்தி வைக்கவே வந்தீங்க முச்செடி என்ன மீண்டும் உயர்த்தி வைக்கவே வேண்டான்னு சொன்னவங்களை நடக்க வச்சீங்க வேண்டான்னு சொன்னவங்களை நடக்க வச்சீங்க உண்மை துதிப்பேன் நான் உண்மை துதிப்பேன் கிருப மேல கிருப தந்த உண்மை துதிப்பேன் உண்மை துதிப்பேன் நான் உண்மை துதிப்பேன் கிருப மேல கிருப தந்த உண்மை துதிப்பேன் ഹോ പപ്പയുടെ പ്രൊഫൈൽ പിക്ചേഴ്സിൽ എത്ര ലൈക്സാ കിട്ടിയിരിക്കണേ ഏടാ റോയ്മോനെ അതവിടെ വെച്ചിട്ട് വല്ലതും പോയി പഠിക്കാൻ നോക്ക് പരീക്ഷ എന്നാന്നറിയാമോ ഒരു മാസം കഴിഞ്ഞേ സ്കൂൾ ഫൈനൽ എക്സാമാ ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ 2 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെയാ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നേ മമ്മി ഇന്ന് സൺഡേ സ്കൂൾ എക്സാമാ ഓ ഞാൻ കരുതി സ്കൂളിലെയാണെന്ന് സൺഡേ സ്കൂൾ അല്ല നിനക്കറിയാമല്ലോ അത് വെച്ചങ്ങ് എഴുതിയാൽ മതി ഇപ്പൊ പോയി സ്കൂളിലെ എക്സാം റിവിഷൻ ചെയ്യ് മമ്മി റിവിഷൻ കഴിഞ്ഞു ഇനി സൺഡേ സ്കൂൾ എക്സാമിന് പഠിപ്പിക്ക് അതെ മോൻ അങ്ങ് അറിയാവുന്നത് വെച്ച് എഴുതിയാൽ മതി ഇപ്പോഴാ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത് മമ്മി ഇത്തിരി വിശ്രമിച്ച് TV ഒന്ന് കാണട്ടെ സംശയമുള്ളത് ചോദിച്ചോ കിഴക്കുന്നു വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു മമ്മി ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞെന്താ ഈ കാഴ്ച എന്ന് പറയുന്നതേ ഗിഫ്റ്റ് അതെ മോന്റെ അനിയത്തി ഉണ്ടായപ്പോ കാണാൻ വന്നവർ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നില്ലേ അതിനാ മോൻ ബാക്കി പഠിച്ചോ യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര് അത് ആരാ മമ്മി ഓ അത് പത്രോസ് ആണെന്ന് തോന്നുന്നു യേശു ക്രിസ്തു ജനിച്ചത് എവിടെ അത് എവിടെയാ പപ്പ അത് ആ സിറിയൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു നീ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക് അയ്യോ സൺഡേ സ്കൂൾ വണ്ടി വരാറായി എക്സാം അല്ലേ ഒന്ന് വേദോസ്തം വായിച്ച് പ്രാർത്ഥിച്ചു പോ ഒരു സങ്കീർത്തനം എടുത്ത് വായിക്കേ യഹോവ എന്റെ ഇടയനാവുന്നു എനിക്ക് മുട്ടുണ്ട് അയ്യോ ബാക്കി വായിച്ചേ ഇതിന്റെ ചാർജ് തീർന്നുപോയി ബാക്കി ഓർമ്മയില്ലേ പപ്പ അങ്ങ് ഓർത്തു പറ അത് മോനെ
വണ്ടി വരാറായി. പ്രാർത്ഥിച്ചോണ്ട് പോയിക്കോ, താമസിക്കണ്ട. എടി, സമയം എത്രയായി? സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് അവനിങ്ങി വന്നില്ലല്ലോ. ഓ, വരാറാവുന്നതേ ഉള്ളൂ. എത്തിന്ന് തോന്നുന്നു. മോൻ സൺഡേ സ്കൂൾ എക്സാമിൽ എല്ലാം എഴുതിയോ? ഏത് മമ്മി? എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? യേശു ജനിച്ചത് ചോദിച്ചു, യേശു പള്ളിയിൽ പോയ കാര്യങ്ങൾ ചോദിച്ചു, യേശുവിന്റെ സ്നാനവും അത്ഭുതങ്ങളും ഒക്കെ ചോദിച്ചു. ആ, എല്ലാം മോൻ പഠിച്ചതായിരുന്നല്ലോ. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. ഫസ്റ്റ് കിട്ടുമോ അതോ ഇപ്രാവശ്യം വല്ലോരും കൊണ്ടുപോകുമോ? ഞാൻ എല്ലാം എഴുതി മമ്മി. ആ, പോയിരുന്ന സ്കൂൾ ലെസൺസ് റിവിഷൻ ചെയ്. ഓ, ഇപ്പൊ പ്രയറും കണക്കാന്നേ. ബോറിങ്ങാ. ആരാധന ഒന്നും പോരാ. പ്രസംഗത്തിന് ഒരു പുതിയ പോയിന്റും ഇല്ല. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം മീറ്റിംഗ്. അത് വല്ലാതെ കൂടുതലാ. അതിന് 2-3 മണിക്കൂർ ഇരുന്നിരുന്ന് മടുക്കും. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, അതാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ എത്ര നല്ല പോയിന്റുകളുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലും ടിവിയിലും കിട്ടും. സമയവും ലാഭം. ടൈം ഈസ് മണി എന്നല്ലേ? അത് ശരിയാ. വെറും സമയനഷ്ടം തന്നെ. പിന്നെ മെനക്കേടും. എന്നാലും പിന്നെ ഈ പിള്ളേരുടെ കല്യാണം, മരിച്ചാൽ ഒരു നല്ല അടക്കം, ഇതൊക്കെ നടക്കണ്ടേ? അതൊന്നും ഇന്റർനെറ്റിലും ടിവിയിലും നടക്കില്ലല്ലോ. അതിനൊക്കെ ഒരു സെറ്റപ്പ് ഉള്ള ഇതുപോലത്തെ വല്ല സഭയിലും പോയാലല്ലേ നടക്കൂ. അത് ശരിയാ. അതുകൊണ്ടല്ലേ കടിച്ചു പിടിച്ചു നിൽക്കുന്നേ. ഇല്ലേൽ എപ്പോഴേ നമ്മൾ വിട്ടുപോയേനെ. ഈ സഭയിൽ വന്നപ്പോഴേ ഞാൻ അന്വേഷിച്ചത് ശവക്കോട്ട ഉണ്ടോന്നാ. ഓ, അത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. ആ, ചുമ്മാതാണോ ഞാൻ നമ്മുടെ പള്ളിയും പട്ടക്കാരും ഒന്നും വിടാത്തത്? കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിലെ ചാക്കോയുടെ അടക്കമായിരുന്നു. മെത്രാപ്പോലിത്തയാ നടത്തിയത്. എന്നാ ശുശ്രൂഷയായിരുന്നു. ഇതുവല്ലോ നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് സഭയിൽ വന്നാൽ നടക്കുമോ? പിന്നെ എന്നാത്തിനാ അച്ചായൻ ഇങ്ങോട്ട് വരുന്നേ? അവിടെ തന്നെ അങ്ങ് നിന്നാ പോരെ? അതെ, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ സഭക്കാർക്കും അച്ഛനും ഒന്നും അറിയില്ല. അതെ, പിള്ളേർ ബൈബിളിലെ വല്ലതും പഠിക്കണമെങ്കിൽ ഇവിടൊക്കെ പോകണം. ബാക്കി സമയം നമ്മുടെ പള്ളിയിൽ കൊണ്ടുപോകാം. ഏതായാലും പള്ളി വിട്ടുള്ള പരിപാടിക്ക് ഈ തോമാച്ചൻ ഇല്ല. ആ, ഇതിനെ പറ്റിയാ ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്. 2 വള്ളത്തേൽ ചവിട്ടുന്നവർ ഒടുവിൽ വെള്ളത്തിലാകും. തോമാച്ചൻ സൂക്ഷിച്ചോ. അത് പോട്ടെ, സൺഡേ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നല്ലോ. ആ രാജുവിന്റെ മോന് ഫസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ റോയ്മോൻ പരീക്ഷ എഴുതിയില്ലയോ? എഴുതിയല്ലോ. ചിലപ്പോ സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് സണ്ണിക്കാ. എടാ, നീ എല്ലാം എഴുതിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ എല്ലാം എഴുതിയത്, ഒന്നും പോലും വിട്ടില്ല. ആഹാ, പിന്നെ എന്താ പറ്റിയതെന്ന് പാസ്റ്ററോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. സ്കൂളിലെ എക്സാമിനിടയിൽ പഠിപ്പിച്ചതാ. ടീച്ചറെ, റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പിന്നെ മാർക്ക് എങ്ങനെ ഇങ്ങനെയായേ? എഴുതിയതനുസരിച്ചേ മാർക്ക് ഇടാൻ പറ്റൂ. റോയ്മോൻ എന്തൊക്കെയാ എഴുതിയെന്ന് അവനോട് ചോദിച്ചു നോക്ക. ആ, ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എന്റെ റോയ്മോൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ മിടുക്കനാ. പക്ഷെ അതൊന്നും പേപ്പറിലില്ല. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ഒരു തർക്കം? അതെ പാസ്റ്ററെ, റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇത് എന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറിന്റെ കയ്യിൽ ആ ചോദ്യപേപ്പർ ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പൊ തന്നെ ഞാൻ റീടെസ്റ്റ് ഇടാം. എന്താ? ആ, അത് മതി, അത് മതി. ആ ചോദ്യപേപ്പർ ഇങ്ങോട്ട് എടുക്ക് ടീച്ചറെ. റോയ്മോനെ, നീ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ആദ്യത്തെ ചോദ്യം, എരിഹോ മതിൽ തകർത്തത് ആര്? ഞാനല്ല. ആ ഐസക്കും ജോയിലും എപ്പോഴും മതിലേ കിടന്ന് ചാടും. അവരുടെ അടുത്ത് ചോദിച്ചു നോക്ക്. പാസ്റ്ററെ, എന്റെ റോയ്മോൻ അങ്ങനെ നശീകരണമൊന്നും ചെയ്യില്ല. ഗുഡ് ബോയ് അവൻ. ഇനി അഥവാ അവനത് വല്ലതും തകർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കേടി അങ്ങ് എണ്ണി തന്നേക്കാം. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ? ഇത് ബൈബിളിലെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസെങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം.
ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അത് അനുസരിച്ചോ? എന്നിട്ട് എന്തു പറ്റി? ഹവ്വ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അനുസരിച്ചു. അതാ പറ്റിയത്. പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവരിയിൽ. അത് പോട്ടെ. ഇനി അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്തത്. വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. മമ്മി പറഞ്ഞില്ല വീട്ടിലെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. ഇനി അടുത്തത്. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം. എടാ റോയ്മോനെ, നീ എന്തൊക്കെയാ എഴുതിയേക്കുന്നേ? എന്തായാലും ഇത്രയായി. ഇനിയും മുഴുവൻ ഉത്തരങ്ങൾ കൂടി കേൾക്കാം. യേശുവിന്റെ ഏതെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക. അതൊരു വലിയ ഉത്തരം. ഞാൻ എന്റെ ഉത്തര പേപ്പറിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഉത്തര പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വായിക്കാം. യെരൂശലേമിൽ നിന്നും എരിഹോയിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. ടിഷ്യൂം മൃതപ്രായനാക്കി കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. അതിലൊരു കൊട്ട ഇസ്കരിയോത്ത യൂദ കൊണ്ടുപോയി ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. ഏതായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ഇനിയും ബാക്കി കൂടെ വായിക്കണോ? വേണ്ട, മതിയായി. എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. ലോകത്തിന്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ എടുക്കുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും ഒരംശമെങ്കിലും ശ്രമം വേദപഠനത്തിന് മാതാപിതാക്കൾ ചെലവഴിച്ചാൽ പുതിയ തലമുറ ദൈവകൃപയിൽ ആശ്രയിച്ചു വളരും. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നല്ല അടക്കം പ്രതീക്ഷിച്ച് നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെടുത്തിയാൽ നല്ല ഉയർപ്പ് നമുക്ക് നഷ്ടമാകും. ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരുന്നാൽ മാത്രമേ മുമ്പോട്ടുള്ള യാത്ര ഫലപ്രദമാകൂ. അല്ലാഞ്ഞാൽ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീണ്ടും പണിത ബുദ്ധികെട്ട മനുഷ്യന്റെ ഭവനത്തിന് സംഭവിച്ചത് നമുക്കും ഒരു മുന്നറിയിപ്പായി എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. அளவற்ற கிருப எனக்கா இத்தனை கிருப என்னே அளவற்ற கிருப என்னை விட எத்தனை பேர் தகுதியாக இருந்தும் என்ன மட்டும் கிருப என்று தேடி வந்ததே. என்னை விட எத்தனை பேர் தகுதியாக இருந்தும் என்ன மட்டும் கிருப என்று உயர்த்தி வைத்ததே. உங்க கிருப என்னை வாழ வைத்ததே. உங்க கிருப என்னை தூக்கி சுமக்குதே. உங்க கிருப என்னை வாழ வைத்ததே. உங்க